കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരി കുടുംബങ്ങൾക്ക് മരണാനന്തര ധനസഹായം കൈമാറി. സമിതിയുടെ ക്ഷേമ പദ്ധതിയായ വി സപ്പോർട്ടിൽ നിന്നും 4 വ്യാപാരി കുടുംബങ്ങൾക്ക് 40 ലക്ഷം രൂപയാണ് ജില്ലാ കമ്മിറ്റി കൈമാറിയത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ധനസഹായം വിതരണം നിർവഹിച്ചു. അതുപോലെ തന്നെ സൗഹൃദമുള്ളവരാണ്, അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്നവരല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഘടന രീതിയാണ് പാലക്കാട് നടന്നത്. എന്തായാലും ഇവിടെ ഈ സംഭവത്തോടുകൂടി ഇവിടെ ഇപ്പം 9 പേർക്ക് ഏതാണ്ട് 90 ലക്ഷം രൂപയാണ്. നമുക്ക് സ്വപ്നം കാണാൻ ഒക്കാത്ത അങ്ങനെ കുറെ നാളുകൾക്ക് അതുപോലെ നേതൃത്വം വരുന്നതിന് മുമ്പ് എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു ജില്ലയിൽ. നമ്മുടെ പദ്ധതിയുടെ പണത്തെക്കുറിച്ച് പഠിക്കണം, അതിനെതിരെ ആളുകളിൽ വളരെ താല്പര്യം സൃഷ്ടിച്ചു. പല കണക്കുകൾ കാണിക്കാൻ തയ്യാറാകുന്നില്ല, വാങ്ങിച്ച പൈസ കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അവിടെ നിന്നാണ് നമ്മുടെ സഹോദരൻ മരിക്കുമ്പോൾ 10 ലക്ഷം രൂപ എണ്ണിക്കൊടുക്കുന്ന തരത്തിൽ ഈ ജില്ല വളർത്തിയത് എന്നുള്ളത് എത്ര അഭിനയിച്ചായിരുന്നത്. നരസിംഹറാവുവിന്റെ ഭരണകാലത്താണ് ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയത് എന്നും ഇന്ന് വ്യാപാരികൾ വമ്പൻ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റത്തിൽ വീർപ്പുമുട്ടുകയാണെന്നും രാജു അപ്സര ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യാപാരികളെ ഓർമ്മിപ്പിച്ചു. ചിറ്റൂരിൽ നടന്ന പരിപാടിയോടനുബന്ധിച്ച് ജില്ലാ കൗൺസിൽ യോഗവും ചേർന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷനായി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ഭാരവാഹികളായ കെ ഹരിദാസ്, ടി പി ഷക്കീർ, മുസ്തഫ മുളയങ്കാട്, ടി രമേഷ് ബേബി, സി വി ജെയിംസ്, ടി പി സക്കറിയ, മറ്റംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രൻ സ്വാഗതവും ചിറ്റൂർ മണ്ഡലം പ്രസിഡന്റ് പി അനീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി വ്യാപാരികളും ജില്ലാ കൗൺസിൽ അംഗങ്ങളുമായി 800 പേർ യോഗത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.